ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പം ഞാൻ ഇന്ന് പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. വീഡിയോ എന്താണെന്ന് തമ്പനയിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും. വീഡിയോ വേറെ ഒന്നുമല്ല, വണ്ടിയുടെ ടയർ ലൈഫും പിന്നെ വണ്ടിയുടെ മൈലേജും ചെറിയ രീതിയിൽ ഒന്ന് കൂട്ടാൻ. ടയർ ലൈഫ് എനിക്ക് തോന്നുന്നു അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കൂടും ഈ ഡിപ്പ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും. അപ്പോൾ ഇതിന് രണ്ടിനും വേണ്ടിയിട്ടും പറ്റിയൊരു ബെസ്റ്റ് ടിപ്പ് എന്താണ് നിങ്ങളെ ജസ്റ്റ് ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ച ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ ഇതിലായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യുക. ആ ബെല്ലൈക്കനോട് പ്രസ് ചെയ്യണം. ഞാൻ ഇടുന്ന പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ഈ ടിപ്പെന്ന് പറയുന്നത് ഞാൻ കണ്ടുപിടിച്ചൊന്നുമല്ല, ഇത് ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയാമെന്നായിരിക്കും. പിന്നെ ചിലവർക്കിത് എന്തിനാണ് ചെയ്യുന്നതെന്നറിയില്ല, പക്ഷേ അവരത് ഓൾറെഡി ചെയ്തിട്ടുണ്ടാവും വണ്ടിയെ. അവർക്ക് കറക്റ്റ് ഇതിൻ്റെ റീസണോ എന്തിനു വേണ്ടിയിട്ടാണ് ചെയ്യുന്നതെന്നൊന്നും അറിയത്തില്ല. ചിലവർ ചെയ്യുന്ന കണ്ടു, സോ ഞാനിവിടെ നിന്ന് ചെയ്തേക്കാം എന്ന രീതിയിലായിരിക്കും ചിലവർ ചെയ്തിരിക്കുന്നത്. അപ്പം അറിയാൻ മേലാത്തവർക്കും പിന്നെ ഇതെന്തിനാണ് ചെയ്തിരിക്കുന്നത് എന്നറിയാൻ മേലാത്തവർക്കും ഒക്കെ വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഈ വീഡിയോ. അപ്പം ടിപ്പ് എന്താണെന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, വണ്ടിയുടെ ടയറിനകത്ത് നമ്മൾ ഹൈഡ്രജൻ അടിക്കുകയല്ലേ, അതാണ് ടിപ്പ്. അപ്പോൾ എല്ലാവർക്കും തോന്നിക്കാണും ഇതെന്തോന്ന് ടിപ്പ്, ഇതുകൊണ്ട് തന്നെ ഗുണമെന്നൊക്കെ. ഗുണം വേറൊന്നുമല്ല, വണ്ടിയുടെ ഏറ്റവും കൂടുതൽ ഗുണമെന്ന് വെച്ചാൽ വണ്ടിയുടെ ടയർ ലൈഫ് നല്ല രീതിയിൽ തന്നെ ഇത് കൂട്ടും. എനിക്ക് തോന്നുന്ന വണ്ടിയുടെ മെയിൻ്റെനൻസിൽ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ നമ്മുടെ കയ്യിൽ നിന്ന് ഫണ്ട് ഇറങ്ങി പോകുന്നൊരു പാർട്ടാണ് വണ്ടിയുടെ ടയർ ചേഞ്ചും കാര്യങ്ങളൊക്കെ. അപ്പം ടയറിൻ്റെ ലൈഫ് കൂട്ടുന്നത് അത് നമുക്ക് നല്ല രീതിയിൽ തന്നെ ഗുണമല്ലേ. അപ്പോൾ അതിന് പറ്റിയൊരു ടിപ്പെന്ന് പറഞ്ഞാൽ വണ്ടിയിൽ എയർ കളഞ്ഞിട്ട് നൈട്രജൻ അടിക്കുക. പിന്നെ മൈലേജും നമുക്ക് അത്യാവശ്യം നല്ല രീതി കുറച്ച് രീതിയൊക്കെ കൂടുകയും ചെയ്യും ഈ ഹൈഡ്രജൻ അടിക്കുന്നതുകൊണ്ട് തന്നെ. അപ്പം ഹൈഡ്രജൻ അടിക്കുമ്പോഴത്തേക്കും കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാനുള്ള കാര്യം എന്നാന്ന് വെച്ചാൽ അത് കുറച്ച് ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് ഞാൻ ഇന്നൊരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യുന്നത്. ഇപ്പം ഞാൻ എൻ്റെ വണ്ടിയിലെ സാധാ എയർ ആയിരുന്നു, ഞാനത് കളഞ്ഞിപ്പം ഹൈഡ്രജൻ അടിച്ചിട്ടുണ്ട്, ഫ്രണ്ടും ബാക്കും ഹൈഡ്രജൻ അടിച്ചിട്ടുണ്ട്. അപ്പം അത് അടിക്കുമ്പോഴത്തേക്കും നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യം എന്ന് വെച്ചാൽ കടയിൽ ചെന്നിട്ട് അവരെ കൊണ്ട് വണ്ടി നമ്മുടെ സാധാ എയർ ആയിരിക്കും നമുക്ക് ഷോറൂമിൽ നിന്ന് കിട്ടുമ്പോഴത്തേക്ക് അവർ അടിച്ചു തരുന്നത്. ആ എയർ ഫുള്ള് കളയുക എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് അവരെ കൊണ്ട് കുത്തി കളയിപ്പിച്ചതിന് ശേഷം ഹൈഡ്രജൻ അടിപ്പിക്കുക. പിന്നെ ഹൈഡ്രജൻ അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് കാര്യം ശ്രദ്ധിക്കുന്നുണ്ട്, വേറെ ഒന്നുമല്ല. ഇപ്പോൾ ഈ വണ്ടിയുടെ ഈ ക്യാപ്പ് കണ്ടില്ലേ, ഇത് ബ്ലാക്ക് ആയിരിക്കും. ഈ ബ്ലാക്ക് ഇതിനകത്ത് ഇപ്പോൾ ഹൈഡ്രജൻ ആണ്. ഞാൻ ക്യാപ്പിനെ കുറിച്ച് പറയുന്നതേ ഉള്ളൂ. അപ്പോൾ ക്യാപ്പ് അവരെ കൊണ്ട് ഹൈഡ്രജൻ അടിച്ചു കഴിഞ്ഞ് ഗ്രീൻ ക്യാപ്പ് അടിപ്പിക്കണം. ഞാൻ അടിച്ച സമയത്ത് അവിടെ ഗ്രീൻ ക്യാപ്പ് തീർന്നു പോയായിരുന്നു, അതുകൊണ്ട് അവർ ഗ്രീൻ ക്യാപ്പ് ഇട്ട് തരാഞ്ഞ് അടുത്ത തവണ ചെല്ലുമ്പോഴത്തേക്ക് എനിക്ക് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഗ്രീൻ ക്യാപ്പ് ഹൈഡ്രജൻ അടിച്ച് കഴിഞ്ഞ് തരണം. കാരണം വെച്ചാൽ പിന്നെ നമ്മളെപ്പോഴെങ്കിലും വണ്ടി ഓടുന്ന സമയത്ത് നമുക്ക് കാറ്റ് കുറവാന്ന് ഓർത്ത് ഏതെങ്കിലും ഒരു കടയിലോട്ട് പെട്ടെന്ന് നമ്മൾ കയറി ഏതെങ്കിലും കടയല്ല, എയർ അടിക്കുന്ന കട ചെന്നിട്ട് എയർ അടിക്കാൻ പറയുമ്പോഴത്തേക്കും അവർ ബ്ലാക്ക് ക്യാപ്പ് കൊണ്ട് ചുമ്മാ സാധാ എയർ അടിക്കും. പക്ഷേ നമ്മളും പെട്ടെന്ന് ഓർക്കത്തില്ലായിരിക്കും ഇതിനകത്ത് ഹൈഡ്രജനാണ് ഉള്ള കാര്യം. അവർ ഈ ബ്ലാക്ക് കൊണ്ട് അവരും അടിക്കും. അപ്പം പറ്റുന്ന പ്രശ്നം എന്ന് വെച്ചാൽ ഇതിനകത്ത് കിടന്ന ഹൈഡ്രജൻ അതും അതിൻ്റെ യൂസ് ഫുൾ അങ്ങ് പോകും. അത് വീണ്ടും സാധാ എയറാവും. പിന്നെ നമ്മൾ ആദ്യം തൊട്ട് പൈസ കൊടുത്ത് വീണ്ടും ഹൈഡ്രജൻ അടിക്കേണ്ടി വരും. അതുകൊണ്ടാണ് ഗ്രീൻ ക്യാപ്പ്, അതൊരു ജസ്റ്റ് ഒരു ഇൻഡിക്കേഷനാണ്, ഇതിനകത്ത് കിടക്കുന്ന ഹൈഡ്രജനാണ് എന്ന് ബാക്കിയുള്ളവരെ അറിയിക്കുന്നൊരു ഇൻഡിക്കേഷനാണ്. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ ഈ ഹൈഡ്രജൻ അടിച്ചാൽ എങ്ങനെയാണ് ലൈഫ് കൂടുതലെന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, റോഡും നമ്മുടെ ടയറും തമ്മിലുള്ള ഫ്രിക്ഷനില്ലേ അത് കുറയും ഹൈഡ്രജൻ. അതുകൊണ്ട് തന്നെ വണ്ടി കുറച്ചുകൂടെ ഒന്ന് സ്മൂത്ത് ആവുകയും ചെയ്യും. പിന്നെ നമ്മുടെ മൈലേജ് ചെറിയ രീതിയിൽ കൂടുകയും ചെയ്യും. ടയർ ലൈഫ് അത്യാവശ്യത്തിന് നല്ല രീതിയിൽ തന്നെ കൂടുകയും ചെയ്യും. കാരണം വെച്ചാൽ റോഡും ടയറും തമ്മിലുള്ള ഫ്രിക്ഷൻ കുറയുമ്പോൾ തന്നെ ടയർ ലൈഫ് നല്ല രീതിയിൽ കൂടത്തില്ലേ. അങ്ങനെയാണ് ടയർ ലൈഫ് കൂടുമെന്ന് ഞാൻ പറഞ്ഞു. ഈ ഹൈഡ്രജൻ അടിക്കാൻ വലിയ കോസ്റ്റോ കാര്യങ്ങളൊന്നും തന്നില്ല. ചില കടകളിൽ ഏകദേശം 80, ചില കടകളിൽ 100 അത്രയൊക്കെ ഉള്ളൂ. ഇപ്പം ഞാൻ അടിച്ചപ്പോൾ 100 രൂപയായി. അത്ര വലിയ കോസ്റ്റോ കാര്യങ്ങളൊന്നും തന്നെയല്ല. അത് നമ്മൾ ജസ്റ്റ് 100 രൂപ ചിലവാക്കി കഴിഞ്ഞാൽ നമ്മുടെ വണ്ടിയുടെ ടയറിൻ്റെ ലൈഫും പിന്നെ മൈലേജും അത്യാവശ്യം കൂടുകയും ചെയ്യും. ഇത് രണ്ടും വെച്ച് നോക്കുമ്പോഴത്തേക്കും ഒരു 100 രൂപയ്ക്ക് പോയി ഒന്ന് അടിച്ചു എന്ന് വിചാരിച്ച് യാതൊരു പ്രശ്നമോ കാര്യങ്ങളൊന്നും തന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഇന്നതൊരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്തത്. എല്ലാവർക്കും ജസ്റ്റ് ഒന്ന് അറിയിച്ചേക്കാമെന്ന് വിചാരിച്ചു. ഇങ്ങനത്തെ കാര്യം ചെയ്യുമ്പോഴത്തേക്കും ഇതിങ്ങനെ കുറച്ച് ഗുണങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് അറിയാമായിരിക്കും ഒട്ടുമിക്ക ആൾക്കാർക്കും. പിന്നെ ഹൈഡ്രജൻ അടിച്ചുകൊണ്ടാണെന്ന് തോന്നുന്നു എനിക്ക് വണ്ടി കുറച്ചുകൂടെയൊക്കെ ഒന്ന് സ്മൂത്ത് ആയി തോന്നുന്നുണ്ട്. കാരണം വെച്ചാൽ റോഡായിട്ടുള്ള ഫ്രിക്ഷനും കാര്യങ്ങളൊക്കെ കുറഞ്ഞുകൊണ്ട് തന്നെ കുറച്ചുകൂടെ ഓടിക്കുമ്പം എനിക്ക് കുറച്ചുകൂടെ രസമൊക്കെ തോന്നുന്നുണ്ട് ഇപ്പം. അപ്പം ഇത്രയുള്ളൂ ഇന്നത്തെ എൻ്റെ വീഡിയോ.
വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക, എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യുക. ഇതിനായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെല്ലൈക്കനോടെ പ്രസ് ചെയ്യണമെങ്കിൽ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതായിരിക്കും. പിന്നെ ഞാൻ എൻ്റെ ഇൻസ്റ്റഗ്രാം ID എൻ്റെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവധി കയറി മെസ്സേജ് അയക്കും, ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. പിന്നെ വേറെ എന്തെങ്കിലും പുതിയ വീഡിയോസ് എന്ന് പറഞ്ഞാൽ ഈ വണ്ടിയെ പറ്റി റിലേറ്റഡ് ആയ എന്തെങ്കിലും വീഡിയോസ് ചെയ്യണമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ അത് വീഡിയോസായിട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ. അടുത്തൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.